എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ റിസൾട്ട് ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ പരിശോധിക്കാം. അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് ഏപ്രിൽ മാസം 20 പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, ഏതൊക്കെ വെബ്സൈറ്റുകളാണ് പ്രസിദ്ധീകരിക്കാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോൾ +1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ സാധാരണ എല്ലാ വർഷങ്ങളിലും +1 റിസൾട്ടിന് ശേഷം ഒരു ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് +1 പരീക്ഷ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുക. പക്ഷേ ഈ വർഷം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2 മെയിൻ എക്സാമിന് പബ്ലിക് എക്സാമിനൊപ്പം മാത്രമായിരുന്നു നിങ്ങൾക്ക് എഴുതേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. കാരണം നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വന്നു, സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും. വാട്ടെവർ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തായാലും വാല്യുവേഷൻ നടപടികളൊക്കെ അവസാനിച്ചു, ടാബുലേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് ഏപ്രിൽ 20 തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. നമ്മുടെ ചാനലിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ വിദ്യാർത്ഥിനികൾക്ക് അറിയാനുള്ളൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കാം. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ്? SLC +2 റിസൾട്ട് പോലെ ഒരുപാട് വെബ്സൈറ്റുകളിലൊന്നും +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കില്ല. ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. kerala-results.nic.in kerala-results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ ഫലപ്രസിദ്ധീകരണം നടക്കുകയുള്ളൂ. കേരള ഗവൺമെൻറ് DHSC ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റാണ് kerala-results.nic.in. ആ വെബ്സൈറ്റിൽ മാത്രമേ നിങ്ങളുടെ ഫലം പ്രസിദ്ധീകരണം ഉണ്ടാകുകയുള്ളൂ. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2025 എന്ന ലിങ്ക് ലഭ്യമാകും. ഇപ്പോൾ ഈ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമാണ് ലിങ്ക് അവിടെ ലഭ്യമാകുക. ഇപ്പോൾ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 2024 DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2024 എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടും ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. എന്തായാലും വിദ്യാർത്ഥികൾ ഒരു കാര്യം ഓർത്തിക്കുക, റിസൾട്ട് ഏപ്രിൽ 20 തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ആ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കും. kerala-results.nic.in റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ചെയ്ത് അതന്നെ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് വേഗം വരുമോ ഇല്ലയെന്നൊക്കെ പല വിദ്യാർത്ഥികളും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏപ്രിൽ 20 തന്നെ പ്രസിദ്ധീകരിക്കും. കാരണം നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യം മുന്നിൽ കണ്ടിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിൻ്റെ റിസൾട്ട് വേഗം +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഉടൻ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഉടൻ തന്നെ ലഭ്യമാകും. എന്തായാലും വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എനിക്കൊരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചറിയാം, നിങ്ങൾ +2 മെയിൻ എക്സാമിനൊപ്പം എഴുതിയതുകൊണ്ട്, +2 പബ്ലിക് എക്സാമിനൊപ്പം നിങ്ങൾ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതേണ്ടി വന്നതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ഞാൻ പണ്ട് വീഡിയോ ചെയ്യുമായിരുന്നു, രാവിലെ +1 സപ്ലിമെൻ്ററി എക്സാം, രാവിലെ +2 പബ്ലിക് എക്സാം, വൈകുന്നേരം +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അങ്ങനെ ഒരു ചെയ്തതെന്ന് എനിക്കറിയില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നൽകുന്ന തീരുമാനമാണ്. നിങ്ങളുടെ +2 മെയിൻ എക്സാമിന്, +2 പബ്ലിക് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നിങ്ങളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം വെച്ചതും അത് നിങ്ങൾക്കൊരു നിങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടി ലഭിച്ചൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് സാധാരണഗതിയിൽ +1 റിസൾട്ടിന് ശേഷം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് നടത്തുന്നത്. അങ്ങനെ തന്നെ നടത്തുന്നതായിരുന്നു ഏറ്റവും ഗുണമുള്ളത്. എന്തായാലും പരീക്ഷ നടന്ന അതിൽ എല്ലാം തീരുമാനിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും റിസൾട്ട് ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കരീർ, ദ ഫൗണ്ടർ ഓഫ് കരീർ ഫോർ ടെക്, ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിൻ്റെ പ്രീമിയർ വീഡിയോ ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ബൈ.